Hi friends, welcome to my channel. Today's special Egg Dum Biriyani. ഇവിടെ ഞാൻ 6 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായിട്ട് 2 തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്യാം. എരിവിന് ആവശ്യമായിട്ട് മുളക് 2 എണ്ണം എടുക്കാം. 2 എണ്ണോ 4 എണ്ണോ വരെ ആകാം. ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ബ്രൗൺ കളറിലാകണം. അടുത്തൊരു കടായി എടുക്കാം. കടായിൽ ഇതേ എണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ സ്പൈസസ് ചേർക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിൽ ഗാർലിക് ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർക്കാം. തക്കാളി ചേർക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ബ്രൗൺ കളർ ആകണം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടച്ചു വെച്ച് ഒരു കുറച്ച് സമയം ഒന്ന് വേവിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. അടച്ചു വെച്ച് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഉള്ളിയെല്ലാം ലൈറ്റ് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇതിൽ പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി. എരിവിനനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഗരം മസാല, പെപ്പർ പൗഡർ, എഗ് മസാല. എഗ് മസാലയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. സോൾട്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതേ സമയം നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എഗ് മസാല ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ആയതിനു ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ മുട്ടയെല്ലാം ഇതിലിടാം. ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതിൽ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിൽ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ മുട്ടയും ചേർക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൂടാതെ കുറച്ച് 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.